അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം 7ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിൽ നിന്ന് ചോദ്യോത്തരമായി പബ്ലിക് എക്സാമിന് വരുന്ന പബ്ലിക് എക്സാമിന് അടുത്ത് വരാറായി. അതിനു വേണ്ടിയുള്ള കുട്ടികൾ തയ്യാറിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചില ചോദ്യവും ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ. മസായിലുൽ ഫിഖ് അവസാനത്തെ പാഠം അശ്ശക്കു ഫിൽ അർക്കാൻ. ഈ പാഠത്തിൽ നിന്ന് ചില ചോദ്യവും ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ. ഒന്നാമത്തെ ചോദ്യം, റുകൂയിൽ എത്തിയ ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ ഇമാം എന്ത് ചെയ്യണം? ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. ശേഷം റുകൂ ചെയ്ത് തർത്തീബോടെ മറ്റു റുക്കുനുകൾ ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം, മാമൂം അബ്ആദ് സുന്നത്ത് മറന്നു ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇമാമിനോട് ചേരണം. ഒരു റക്അത്തിലെ ഖിയാമിൽ തൊട്ടു മുമ്പുള്ള റക്അത്തിൽ ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കണം. മാമൂം അബ്ആദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? ഇമാമിനോട് ചേരുന്നതിന് വേണ്ടി അതിലേക്ക് തിരിച്ചു പോകണം. ഇമാമിനോട് ചേരുന്നതിന് വേണ്ടി അതിലേക്ക് തിരിച്ചു പോകണം. ഇനി ഫാത്തിഹ ഓതുമ്പോഴാണ് സംശയിച്ചതെങ്കിൽ എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതുമ്പോഴാണ് സംശയിച്ച ആയത്ത് ഓതുകയും തുടർന്ന് തർത്തീബനുസരിച്ച് ഫാത്തിഹ ഓതി തീർക്കുകയും ചെയ്യണം. ഫാത്തിഹയുടെ അതേ വിധിയാണ് എന്തിൽ? നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം എന്നിവയല്ലാതെ മറ്റു റുക്നുകൾക്കും ഫാത്തിഹയുടെ അതേ വിധിയാണ്. സലാം ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ സലാം ചൊല്ലി വിരമിക്കേണ്ടതാണ്. എപ്പോൾ? നിസ്കാരം ബാത്തിലാകുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സലാം ചൊല്ലി വിരമിക്കേണ്ടതാണ്. സലാം ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതിട്ടില്ലെന്ന് ഓർമ്മ വന്നു, എന്നാൽ നിസ്കാരം ശരിയാകുമോ? ഇല്ല. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉടനെ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച് സലാം ചൊല്ലി വിരമിക്കണം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യമുണ്ടായാൽ വീണ്ടും നിസ്കരിക്കണം. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം റുക്കുനുകൾ ചെയ്തോ എന്ന് സംശയിക്കുകയും ഓർമ്മ വരാതിരിക്കുകയും ചെയ്താൽ നിസ്കാരം ശരിയാകുമോ? ഇല്ല. സലാം ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ സലാം ചൊല്ലി വിരമിക്കേണ്ടതാണ്. എപ്പോൾ? നിസ്കാരം ബാത്തിലാകുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സലാം ചൊല്ലി വിരമിക്കേണ്ടതാണ്.